പെയ്ഡ് വ്യൂസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം പരാശക്തി എന്ന് പറയുന്ന സിനിമ നമ്മുടെ ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്കാരി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ എനിക്ക് ട്രെയിലറാണ് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ട്രെയിലർ. നല്ലൊരു ട്രെയിലറാണ്. ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമയ്ക്ക് എങ്ങനെയാണ് ഒരു ട്രെയിലർ കട്ട് ചെയ്യേണ്ടത് ആ ഒരു രീതിക്കാണ് ഒരു ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞ് ട്രെയിലർ കാണുമ്പോഴറിയാം നല്ലൊരു കഥയുള്ള ഒരു പടം ആയിരിക്കും പരാശക്തി എന്നുള്ളത്. നമ്മൾ ഇതിനെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം സംഭവിച്ചിരിക്കുന്ന പെയ്ഡ് വ്യൂസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇന്നലെ മുതൽ ഈ ഒരു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം മുതലാണ് ഈ ട്വിറ്ററിൽ ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ആൾക്കാർ തെളിവ് സഹിതമാണ് തൂക്കിയിരിക്കുന്നത്. ചുമ്മാ ഒരു മില്യൺ ഒന്നും ഒരു വിലയില്ലാത്ത രീതിക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചടപട എന്ന് പറഞ്ഞാൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂറിൽ ശിവകാർത്തികേയൻ്റെ പരാശക്തി എന്ന് പറഞ്ഞ സിനിമയുടെ വ്യൂസ് കയറിയിരിക്കുന്നത് 25 മില്യൺ വ്യൂസാണ് കയറിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ വിജയുടെ 7 മണിക്കൂറിൽ കയറിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് 23 മില്യൺ വ്യൂസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എങ്ങനെ നോക്കിയാലും ഏത് ത്രാസ് നോക്കിയാലും ജനനായകനും പരാശക്തിയും കൂടെ അളന്നു കഴിഞ്ഞാൽ ഹൈപ്പ് ജനനായകന് തന്നെ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം അത് വിജയുടെ സിനിമയാണ്. രണ്ടാമത്തെ കാര്യം അത് വിജയുടെ ലാസ്റ്റ് സിനിമയാണ്. മൂന്നാമത്തെ കാര്യം വിജയ് പൊളിറ്റിക്കലിലോട്ട് ഒരു എൻട്രി കൊടുക്കുന്നതിന് മുമ്പത്തെ പടമാണ്. അതും ഒരു പൊളിറ്റിക്കൽ പടമാണ്. ആ സിനിമയുടെ പേര് ജനനായകൻ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത്രയും രീതിക്ക് ഹൈപ്പുള്ളൊരു പടത്തിൻ്റെ കൂടെ ഇറക്കുമ്പോൾ ഒരിക്കലും ഇത്ര ഒരു വ്യൂസ് കിട്ടുമെന്ന് നമ്മൾ പറയുന്നില്ല. കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇത് പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂറിൽ 25 മില്യൺ വ്യൂസ് കയറിയ ഒരു ട്രെയിലർ പിന്നീട് അങ്ങോട്ടുള്ള അതിനുശേഷമുള്ള ഒരു 10 മണിക്കൂർ കയറിയിരിക്കുന്നത് 1 മില്യൺ വ്യൂസാണ്. അപ്പോഴാണ് ഇതിൻ്റെ കളി മാറിയത്. ആ 1 മില്യൺ വ്യൂസ് പിന്നെ ഒറ്റ നിപ്പായിരുന്നു അവിടെ. പിന്നെ അങ്ങോട്ട് വ്യൂസ് കയറുന്നില്ല, പിന്നെ ലൈക്ക് ഒട്ടും കയറുന്നില്ല. ഇപ്പോൾ 25 മില്യൺ കയറിയപ്പോഴും ലൈക്ക് വളരെ കുറവാണ്. ലൈക്ക് കയറ്റാൻ അങ്ങനെ അധികം വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അതവിടെ നിൽക്കുമായിരുന്നു. പെയ്ഡ് വ്യൂസിൻ്റെ അവർ പൈസ കൊടുത്തത് നല്ല രീതിക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളൊരു 2 ആക്ടർമാരുടെ സിനിമയൊക്കെ ക്ലാഷായിട്ട് വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. നമുക്കൊരു പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടർ കാണും. അപ്പം നമ്മൾ അവരുടെ പടം അടിപൊളിയായിരിക്കണം, അവരുടെ പടം ഓടണം എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ ഇപ്പുറത്ത് മറ്റേതൊരു നല്ല പടം വന്നാലും നമ്മൾ അതും പോയി കാണും. ഇപ്പോൾ ഒരു സിനിമാ പ്രേമിയാണ്, നമ്മൾ ഉറപ്പായിട്ട് പോയി കാണും. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവർ ഒരു രണ്ട് രാഷ്ട്രീയം തമ്മിലുള്ള ഒരു മത്സരം പോലാണ് ഈ ഒരു കാര്യം കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പടം പരാശക്തി എടുത്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ റെഡ് ജെയിൻ്റാണ് ചെയ്തിരുന്നത്. അത് ആരുടെയാണെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, എങ്കിലും പറയാം, അത് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെയാണ്. ഉറപ്പ്, 100% ഉറപ്പ് ഇതിൻ്റെ ഒരു പിന്നിൽ ചിലപ്പം പുള്ളി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒറിജിനലായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുധാ കൊങ്കാര ചിത്രത്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പുള്ളിക്കാരിയുടെ സിനിമകൾ നമുക്കറിയാം കണ്ടന്റ് ഓറിയൻറ്റഡ് പടങ്ങളാണ് പുള്ളിക്കാരി എടുക്കുന്നത്. ഇപ്പോൾ ഒത്തിരിയൊക്കെ എടുത്തിട്ടില്ലെങ്കിലും എടുത്തിട്ടുള്ളതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ച സുറ റിപ്പോർട്ടർ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം നല്ല രീതിക്ക് അത് കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമയാണെന്നുള്ളതും അതിലെ ആക്ടേഴ്സിൻ്റെ അഭിനയമാണെങ്കിലും എല്ലാം പീക്ക് ലെവലിൽ നിന്നൊരു പടമാണ് സുറ റിപ്പോർട്ടർ. ക്ലാസ് പടങ്ങൾ ഇപ്പം നിലവിൽ സുധാ കൊങ്കാര എടുക്കുന്ന പോലെ എടുക്കാൻ കെൽപ്പുള്ളൊരു ഡയറക്ടർ തമിഴിലുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ ഇത്രയും നല്ല കഴിവുള്ള ഒരു ഡയറക്ടർ, ഇത്രയും നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ ശരിക്കും നടന്നൊരു ഇൻസിഡൻറ്റ്, ഇത് എടുക്കാൻ വേണ്ടി ഇവർ വെറുതെ എന്തിനാ ഇങ്ങനെ പെയ്ഡ് റിവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് വേണം ഇതിന് ഹൈപ്പ് കയറ്റാനായിട്ട്? ഇപ്പോൾ വിജയുടെ പടത്തിന് എങ്ങനെ നോക്കിയാലും ട്രെയിലറും ടീസറും എല്ലാം ട്രെൻഡിങ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ശിവകാർത്തികേയൻ്റെ പടം നോക്കുമ്പം ഈ പടത്തിന് ശരിക്കും ഫസ്റ്റ് ഡേ കുറച്ച് പേരായിരിക്കും ചിലപ്പം പോകുന്നത് മറ്റേത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ആ കുറച്ച് പേര് പോയി നല്ല പടമാണെന്ന് പറഞ്ഞൊരു പോസിറ്റീവ് റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ തല വരെ നല്ല മാറും. ഏതൊരു സ്ഥലത്താണെങ്കിലും നല്ല കണ്ടന്റ് ഉള്ള പടം എന്തായാലും ഓടും. ഇപ്പോൾ വിജയുടെ പടം ലാസ്റ്റ് പടം ആയതുകൊണ്ട് അത് ഒട്ടും കൊള്ളത്തില്ലെങ്കിലും അത് ഉറപ്പായിട്ടും ഭയങ്കര കളക്ഷൻ കിട്ടും. പക്ഷേ ശിവകാർത്തികേയൻ്റെ പടം നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ മാത്രമേ കളക്ഷൻ കിട്ടത്തുള്ളൂ. അതൊരു വ്യത്യാസമാണ്. എങ്കിലും ഇത് ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ ആരുടെ പടത്തിൻ്റെ കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു അർഹത കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഇങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ പരമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിലറിലും ഒക്കെ ഡയലോഗൊക്കെ വെച്ച് ചുമ്മാ ഈ നമ്മുടെ വിജയുടെ ഒരു TVKയുടെ ഫ്ലാഗിൻ്റെ പോലത്തെ സംഭവമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു സാധനമൊക്കെ എഴുതി എന്ത് കാര്യത്തിനാന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ഒരു മത്സരം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ ബേസ്ഡ് ഇവിടെ ചാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പം നോർമലി വിജയുടെ ചാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശിവകാർത്തികേയൻ്റെയും ചാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ മത്സരം നടക്കുന്നതിൽ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ എങ്കിലും ഇവർ ഈ ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് പാർട്ടിയെ ഒരു ഇൻവോൾവ് ചെയ്തുള്ള രീതിക്കാണ് ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പം പാർട്ടിയൊക്കെ വെളിയിൽ സിനിമയായിട്ട് കാണണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. നമ്മളെപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്കിതങ്ങോട്ട് ഭയങ്കര ഒരു വല്ലാത്ത പോലെ തോന്നി. ഇതിലേറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയതിൽ ഏറ്റവും വൻ ഹൈപ്പിൽ വന്ന സിനിമയാണ് കൂലി. ആ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ നല്ല നെഗറ്റീവും ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പോലും അതിൻ്റെ ഫ്ലാഷ് ബാക്ക് പോർഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലാതെ നോക്കുവാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ ടോട്ടൽ 24 മണിക്കൂറിൽ വ്യൂസ് എന്ന് പറഞ്ഞാൽ 14.23 എന്തോ വ്യൂസാണ്. അപ്പോഴേ നമുക്കറിയാം അതൊരു ഓർഗാനിക് വ്യൂസ് ആണ്. പിന്നെ കൂലിയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം രജനീകാന്ത് ചിത്രം, അതും ലോകേഷ് കനരാജുമായിട്ട് ഒരുമിച്ച് വരുന്നു, അതിന് LCO ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് നിൽക്കുക. അതിന് കിട്ടിയ വ്യൂസ് 14.23 മില്യൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം, അതൊരു ഓർഗാനിക് വ്യൂസ് ഉള്ള കാര്യമാണെങ്കിൽ അവിടെ കൺഫേം ആണ് ഓർഗാനിക് വ്യൂസ് ആണെന്നുള്ള കാര്യം. പക്ഷേ ഇത് ഭയങ്കര ഒരു സംഭവം തന്നെ. ഇപ്പം നമുക്കിപ്പോൾ വിജയുടെ അടുത്ത് നോക്കുവാണെങ്കിൽ പുള്ളിയുടെ ലാസ്റ്റ് പടം, ഇതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നില്ല, ഇത് പുള്ളിയുടെ ലാസ്റ്റ് പടം. അപ്പം ഒരു പ്രത്യേക ഒരു താല്പര്യത്തിൽ ഇപ്പം ഫാൻസുകാർ മാത്രമല്ല എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് അത് പുള്ളിയുടെ ലാസ്റ്റ് പടം കാണണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കും പിന്നെ പുള്ളിയുടെ ഒരു ഫാൻ ബേസ് വെച്ചുമാണ് ആ ഒരു വ്യൂസ് കയറിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒന്നും പറയുന്നില്ല എനിക്ക്. അപ്പം നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സിനിമ നല്ലതാണെങ്കിൽ സിനിമ ഓടും. ഈ ട്രെയിലർ വ്യൂസും ഒക്കെ റെക്കോർഡും ഒക്കെ നമുക്കിങ്ങനെ പറയാം, എൻ്റെ ട്രെയിലറിന് റെക്കോർഡ് കിട്ടി, വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ്. പക്ഷെ അതിലും വലിയ സംഭവമാണ് ഒരു സിനിമ തിയേറ്റർ റണ്ണായിട്ട് നല്ല പോസിറ്റീവ് റിപ്പോർട്ട് പുറത്ത് വന്ന് അതിനനുസരിച്ചുള്ളൊരു നല്ല കളക്ഷനുമായിട്ട് വന്ന് ആ ഒരു പടം മുന്നേറുന്നതാണ് ശരിക്കുമുള്ള മാസം എന്ന് പറയുന്നത്. അപ്പം അത് പരാശക്തിക്ക് നടക്കട്ടെ. ഇങ്ങനത്തെ അലമ്പ് പരിപാടികളൊക്കെ ചെയ്യാതിരിക്കുക.